താലൂക്ക് ആശുപത്രിയിലെ നിയമനത്തെ ചൊല്ലി സംഘടന. നഗരസഭയിൽ ഇടിമുറിയുണ്ടെന്ന് ബിജെപി. ലക്ഷ്യം ഉയർന്നതാകുമ്പോൾ മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം. മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ നിയമനവുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത നഗരസഭാ ഹാളിൽ യോഗം വിളിച്ചിരുന്നു. ആശുപത്രി സൂപ്രണ്ട്, ലേ സെക്രട്ടറി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇതിനിടയിൽ ഒരു ജീവനക്കാരിയെ ചൊല്ലി നഗരസഭാ വൈസ് ചെയർമാൻ വി എസ് ദിനലും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബും ലേ സെക്രട്ടറിയും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളും ഉണ്ടായി. ഒഴിഞ്ഞുപോയ ജീവനക്കാരിയെ വീണ്ടും നിയമിക്കേണ്ട എന്നും പുതിയ ആളെ ഇന്റർവ്യൂ നടത്തി നിയമിക്കണമെന്നും നഗരസഭാ ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടത് ലേ സെക്രട്ടറി നിരാകരിച്ചതാണ് സംഘട്ടനത്തിൽ കലാശിച്ചത്. സംഘട്ടനത്തിൽ പരിക്കേറ്റ 3 പേരും താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. സംഭവം അറിഞ്ഞ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവനും കൂട്ടരും സ്ഥലത്തെത്തുകയും ചെയ്തു. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ അനധികൃത ഉദ്യോഗസ്ഥ നിയമനവും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPI-യുടെയും CPM-ന്റെയും പാർട്ടി ഓഫീസിൽ നിന്നും പാർട്ടിക്കാരെ കുത്തിക്കയറ്റുന്നതിന് നിയമവിരുദ്ധമായി ലിസ്റ്റ് നൽകിയത് അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്നതിൽ ക്ഷുഭിതരായ ഇടതുപക്ഷം അതിന് വഴങ്ങാതിരുന്ന ലേ സെക്രട്ടറിയെ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെയും ഭീഷണിപ്പെടുത്തുകയും സംഘം ചേർന്ന് ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു. നഗരസഭയിൽ CPI-യുടെയും CPM-ന്റെയും തന്നിഷ്ടങ്ങളാണ് നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പിന്നെ ഏറ്റവും ടോപ്പിൽ അപൂർവമായിട്ട് ചില മീറ്റിങ്ങുകൾ കൂടുന്ന ആ ഹാളിൽ വെച്ചിങ്ങാനിട്ട് വലിയൊരു സംഘടനത്തിൻ്റെ അവസ്ഥയാണ് ഞങ്ങളവിടെ ചെന്നപ്പോൾ. കൊടുങ്ങല്ലൂർ SI ഉൾപ്പെടെയുള്ള ആളുകൾ, 3 പോലീസുകാർ, അതുമാതിരി തന്നെ ചെയർമാൻ, വൈസ് ചെയർമാൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൈസാബ്, ജൈത്രൻ ഉൾപ്പെടെയുള്ള ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ LC പോൾ ഉൾപ്പെടെയുള്ള കൗണ്ടിങ്ങിൽ നടന്ന ഒരു സംഘടനമായിരുന്നു അവിടെ. ആ സംഘടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാരെ വിളിച്ചു വരുത്തി ആ സംഘടന ഒഴിവാക്കാനുള്ള ശ്രമമാണ് അവിടെ നടത്തിയത്. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നിരവധി നാളുകളായിട്ട് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ CPM-ന്റെയും CPI-യുടെയും ഏരിയ കമ്മിറ്റികളിലും മണ്ഡലം കമ്മിറ്റികളിലും കൊടുക്കുന്ന ലിസ്റ്റുകൾ അനുസരിച്ച് ഇവിടുത്തെ സ്റ്റാഫുകളെ നിയമിക്കുന്ന ഒരു സംവിധാനമുള്ളത്. നമുക്കറിയാം, കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരെയൊക്കെ ഡെയിലി വേജസിന് നിയമിക്കുന്നുണ്ട്. അതിൻ്റെ പൈസ കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും നഗരസഭയാണ് കൊടുക്കുന്നത്. പക്ഷേ സാധാരണ ഇവിടെ സ്റ്റാഫിനെ നിയമിക്കുന്നത് ഇവിടുത്തെ HMC-യിൽ വരുന്ന പൈസ കൊണ്ട് അതിന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ട് ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് സൂപ്രണ്ട് ഉണ്ടാവണം, അതുപോലെ തന്നെ ലേ സെക്രട്ടറി ഉണ്ടാവണം, അതിനോട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും ഉണ്ടാവണം. ഇതൊക്കെ കാറ്റിൽ പറത്തിങ്ങാണ്ട് കുറച്ച് കാലങ്ങളായിട്ട് ചെയർപേഴ്സന്റെ റൂമിൽ വിളിച്ചു വരുത്തിങ്ങാണ്ട് അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ നിയമിക്കുന്ന ഒരു സംവിധാനമാണ്. അത് എതിർത്ത സൂപ്രണ്ടിനെയും അതുപോലെ തന്നെ ഇവിടുത്തെ സെക്രട്ടറിനെയും അവരെ വരുതിയിലാക്കാനുള്ളൊരു ശ്രമമാണ് അവിടെ നടത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്, SFIക്ക് ഓരോ കോളേജ് ക്യാമ്പസിൻ്റെ ഉള്ളിലും ഇടിമുറികളുണ്ട്. അതുമാതിരി തന്നെ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിക്കകത്തും ഇവരെ ഉദ്ദേശിക്കുന്ന രീതിയിൽ വഴങ്ങാത്ത ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി ഇടിച്ച് നടപ്പിലാക്കുന്ന, അവരെ ശാരീരികമായും മാനസികമായും മർദ്ദിക്കുന്ന രീതിയിലുള്ള സംവിധാനത്തിലൂടെയാണ് കൊടുങ്ങല്ലൂർ നഗരസഭ LDF ഭരണമുന്നണി മുന്നോട്ട് പോകുന്നത്. ഇത്തരം പ്രവർത്തികൾക്കെതിരെ BJP സമരവുമായി രംഗത്ത് വരുമെന്നും നഗരസഭാ ചെയർപേഴ്സന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്നും BJP മുന്നറിയിപ്പ് നൽകി. BJP മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറിമാരായ TJ ജെമി, IS മനോജ്, KR വിദ്യാസാഗർ, KS വിനോദ്, ശിവറാം, KA സുനിൽകുമാർ, രശ്മി ബാബു, ON ജയദേവൻ, കൗൺസിലർ പരമേശ്വരൻ കുട്ടി തുടങ്ങിയവർ ആശുപത്രിയിൽ എത്തിയിരുന്നു. സൂപ്രണ്ടിനെയും ലേ സെക്രട്ടറിയും മുനിസിപ്പൽ നഗരസഭയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് ഇന്ന് അവിടെ ഇടിമുറി ഉണ്ടാക്കിക്കൊണ്ട് അവിടെ മൃഗീയമായ മർദ്ദനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേ സെക്രട്ടറിനെ സൂപ്രണ്ട് അടക്കമുള്ള ആളുകളെ ഇടിമുറിയിലിട്ട് ഇടിക്കുന്ന ഒരു അവസ്ഥയൊന്നുണ്ടായി. ഈ കൈസാബ്, അതേപോലെ തന്നെ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, LC പോള്, അതോടൊപ്പം തന്നെ മുൻ ചെയർമാനായ ജൈത്രൻ, ഇവരുടെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിലുള്ള അക്രമം ഈ കൊടുങ്ങല്ലൂരിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഈ തരത്തിലുള്ള അക്രമികൾ അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാൻ സാധിക്കും. കുറച്ച് നാളുകൾക്ക് മുൻപ് ഇടതുപക്ഷത്തിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡൻ്റായിരുന്ന ദിവ്യ അവിടെ ഒരു ADM-നെ കൊലപ്പെടുത്തി. എങ്ങനെ കൊലപ്പെടുത്തിയത്? അവരുടെ വായിലെ നാവ് കൊണ്ടാണ് അയാളെ കൊലപ്പെടുത്തിയത്. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥ പീഡനം ഈ കൊടുങ്ങല്ലൂർ നഗരസഭയിലും കൊടുങ്ങല്ലൂർ നഗരത്തിലും ഈ ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ എല്ലാ ആളുകളെയും എന്ന് വെച്ചാൽ ഈ ആശുപത്രിനെ ആശ്രയിച്ച് ഈ ആശുപത്രിനെ തകർക്കാൻ നോക്കുന്ന ഈ LDF-ന്റെ ഭരണസമിതിക്കെതിരെ വരും നാളുകളിൽ BJP ശക്തമായ സമരം വേണ്ടി വന്ന ചെയർപേഴ്സന്റെ വീട്ടിലേക്ക് ഒരു മാർച്ച് തന്നെ BJP നടത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും.